ഇതൊക്കെ കോയിൻസിഡൻസ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ഈ ബ്ലൂ ഡ്രസ്സ്, ഈ ജാക്കറ്റ്, ഞാൻ ഇവിടുത്തെ ക്ലൈമറ്റ് അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. ചില സമയം കാറ്റുണ്ടെങ്കിൽ തണുപ്പടിക്കുമ്പം ഇടാൻ വേണ്ടിയിട്ട്. എനിവേസ്, ഇത് ഞാൻ 2024 April 5th ഞാൻ പാരീസിലുണ്ടായിരുന്നു. അന്ന് ഞാനിട്ട ഡ്രസ്സാണ് ഇത്. ഓക്കെ, സോ ഇന്ന് ഞാനിത് ആലോചിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ പ്യുവർ കോയിൻസിഡൻസ് ആണ്. ഞാനിത് വിചാരിച്ചിട്ടേ ഇല്ല ഈ കാര്യമൊക്കെ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ടേ ഇല്ലല്ലോ, ഇപ്പോൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്രാവശ്യം എടുത്തോണ്ട് വന്നതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ അമ്മേൻ്റെ അടുത്ത് ഞങ്ങൾ രാവിലെ വീഡിയോ കോൾ ചെയ്യായിരുന്നു വീട്ടിൽ വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അമ്മ ഇത് വിവാദമായ ഡ്രസ്സാണെന്ന് വെച്ചാൽ ഞാനന്ന് ഡ്രസ്സ് ഇട്ടപ്പോൾ ഏതൊക്കെയോ ആൾക്കാർ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. വിച്ച് ഐ ഡോണ്ട് give a shit of any things like that. ഓക്കെ, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഡ്രസ്സൊക്കെ ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ചോയ്സാണ്. അപ്പം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ ഇടാനേ ഉള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഇട്ട് നടക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ എന്താ പറയുക, എനിക്കും ഇഷ്ടക്കുറവൊന്നുമില്ല. എനിക്ക് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് ഞാൻ ഡ്രസ്സപ്പ് ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ നാട്ടുകാർ എന്നുള്ള ആൾക്കാർ കാരണം ഇടാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതുപോലെ ട്രിപ്പിന് പോകുമ്പോഴും നമുക്ക് കംഫർട്ടായിട്ടുള്ള സ്ഥലമാണ്, സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ പോകുമ്പോൾ നമുക്കിങ്ങനെ ഇട്ടിട്ട് പോകും. ഓക്കെ, വിച്ച് ഇസ് നോർമൽ. എനിവേസ്, അപ്പോൾ ഞാൻ ഇങ്ങനെ അമ്മ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിത് ഈ ഡ്രസ്സ് വാങ്ങിച്ചത് ആരാ? എൻ്റെ അമ്മ. ഓക്കെ, ഞാൻ പാരീസിൽ പോകണതിന് മുന്നേ അമ്മയാണ് എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തന്നത്. അമ്മേൻ്റെ അടുത്ത് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇതാണ് വിവാദമായ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സംഭവം എന്താ വെച്ചാൽ ഇതൊരു ഷോർട്ട് 1 പീസാണ്. ഞാൻ എൻ്റെ മുട്ട് വരെ ഉണ്ടായിരുന്നുള്ളൂ. അതാണ്, വേറെ ഒരു പ്രശ്നമില്ല ഈ ഡ്രസ്സിന്. ഓക്കെ, ഇറ്റ്സ് വെരി ക്യൂട്ട് ഡ്രസ്സ്. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഇന്ന് ഞാൻ പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊരു ഇതിട്ടിട്ടുണ്ട്, തേർമൽസ് ഇട്ടിട്ടുണ്ട്. കാരണം പക്ഷേ ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ചൂടെടുക്കുന്നുണ്ട്. ഞാനിനിപ്പോൾ ചൂടായിരിക്കുമോ തണുപ്പായിരിക്കുമോ എന്നറിയില്ല. യൂഷ്വലി തണുപ്പ് ക്ലൈമറ്റ് ആണല്ലോ ഇപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഇതിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ എന്തോ ഒരു നോട്ടിഫിക്കേഷൻ വന്നു ഇൻ ബിറ്റ്വീൻ. സോ ഞാൻ ഇങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം. ഓക്കെ, വിവാദമായ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചു അതെപ്പോഴായിരുന്നു ആ ട്രിപ്പ് ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് എക്സാക്ട്ലി ലൈക്ക് ഇറ്റ്സ് 2 years back, 2024 April. ഇന്ന് 2026 5th April ആണ്. ഇതുപോലത്തെ ഒരു കോയിൻസിഡൻസ് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഇത് കേട്ടപ്പോൾ പിന്നെ ഭയങ്കര ഗൂസ് ബംസ് ഒക്കെ വന്നു. കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല, പക്ഷേങ്കിൽ ഔട്ട് ഓഫ് ഓൾ ദീസ് ഡേയ്സ് എനിക്ക് ഡ്രസ്സ് എപ്പോൾ വേണമെങ്കിലും ഇടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല, എന്നിട്ടാണ് ഇത് സംഭവിച്ചത്.